അവസാനം സിദ്ധു ഇറങ്ങിപ്പോയി. എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ദേ പാർവതി, ദേ നിന്റെ മരുമോള് മനോഹരനുമായിട്ട് എന്തോ രഹസ്യം പറയുക. അവളെന്തോ കുഴപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. നീ വേഗം അങ്ങോട്ട് ചെല്ലും. എടി ചെല്ലാൻ. മരുന്നൊന്നും എടുക്കാതെയാ പോയിരിക്കുന്നത്. എന്റെ ഈശ്വര, അപകടം വരുത്തി വെക്കുമല്ലോ സിദ്ധു. ഇനി എന്ത് ചെയ്യും? എന്താ മനോഹരേട്ടാ, എന്താ പ്രശ്നം? ഓ, പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ഒളിക്കുന്ന എന്തിനാ? ദേവിക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ പ്രശ്നമെന്ന അർത്ഥം. എന്താ നീ പറഞ്ഞേ? നീ ഒന്നോടെ തെളിച്ചു പറഞ്ഞേ. അല്ല, ദേവിക ഇരിക്കുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ദേവിക ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. ഇത് ദേവികമ്മയുടെ പ്രശ്നമല്ല. പിന്നെ സിദ്ധു ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോട്ടെ, അതിനെന്താ? ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന്. തിരിച്ചെത്തണ്ട, അതിനിപ്പോ ഇവിടെ എന്താ? എന്റെ പാർവതി, നിനക്കെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? നിന്റെ മകന്റെ ഹൃദയവാ സിദ്ധുവിന്റെ ഉള്ളിലുള്ളത്. മകന്റെ ഹൃദയം? മരിച്ചുപോയ മകന്റെ ഹൃദയത്തിന്റെ പേരില് ഇനി ഒരുത്തനെ സ്നേഹിക്കാൻ എനിക്ക് താല്പര്യമില്ല. അകത്ത് ജീവച്ഛവമായിട്ട് എന്റെ മോള് കിടപ്പുണ്ട്. അതിന് കാരണക്കാരനായവനാ സിദ്ധാർത്ഥൻ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അമ്മ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. സത്യം മനസ്സിലാക്കാതെ അമ്മ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവികയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ദേവിക ഇപ്പൊ ഈ വീട്ടിൽ കാണത്തില്ലായിരുന്നു.